കർത്താവിനാൽ അനുഗ്രഹമായ നല്ല വിശുദ്ധ പകൽക്കാലത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യ ദേവദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന എല്ലാ വാത്സല്യ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ഏവർക്കും ധന്യനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവത്തെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഈ രാവിലെ സമയം ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്ത എല്ലാ കരുണകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസ്ഥലിൽ കടന്നു വരികയും ദൈവത്തെ ആരാധിക്കുവാൻ മനസ്സ് കാണിക്കുകയും ചെയ്ത എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ കൂട്ടായ്മകളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ലഭിച്ചതായ അവസരങ്ങളിൽ കടന്നു വന്ന പ്രാർത്ഥനയിൽ സംബന്ധിച്ച എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനകൾ ക്രമീകരിച്ച ഭവനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ഉപവസിപ്പാൻ ലഭിച്ചതായ അവസരങ്ങൾ വേണ്ടതുപോലെ വിനിയോഗിക്കുകയും ദൈവസന്നിധിയിൽ മധ്യസ്ഥത അണയ്ക്കുവാൻ മനസ്സ് കാണിച്ച എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ദേശത്തും വിദേശത്തുമായി നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ കർത്താവ് ക്ഷേമമായി പരിപാലിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലവും സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് സമാധാനത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ ഈ ഒരു നല്ല പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ദാനമായി നൽകി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പലർക്കും ഈ പകൽക്കാലത്തെ ആരാധനയിൽ കടന്നു വന്ന് സംബന്ധിപ്പാൻ കഴിയാതെ ശാരീരിക ഭാരങ്ങളിലും പ്രയാസങ്ങളിലും മറ്റു ബദ്ധപ്പാടിന്റെ നടുവിലൊക്കെ പല പ്രിയപ്പെട്ടവരായിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം ആരോഗ്യം നൽകുകയും അത് വേണ്ടതുപോലെ വിനിയോഗിപ്പാൻ നമുക്ക് ദൈവം ഭാഗ്യം നൽകി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്കായിരിക്കുക. കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്ന തിരുമേശയും നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അതിൽ നിന്നും പങ്കെടുത്ത് അതിൽ നിന്നും ഭാഗവാക്കായി അനുഗ്രഹം പ്രാപിപ്പാൻ തുടർന്നുള്ള നിമിഷങ്ങളിൽ കർത്താവ് നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ വേഗത്തിൽ കൊണ്ടുവരാം. ദൈവത്തിന് സ്തോത്രം. 70-ാമത്തെ സങ്കീർത്തനമാണ് ഇന്ന് പകൽക്കാലം നമുക്ക് വായിപ്പാൻ ഇടയായി തീർന്നത്. പതിവ് സങ്കീർത്തനങ്ങളുടെ ഭാഗമായി ഇന്ന് പകലും ഈ സങ്കീർത്തനം വായിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് ദൈവത്തോടുള്ളതായ ഒരഭ്യർത്ഥന കൊണ്ടും ഈ സങ്കീർത്തനം അവസാനിക്കുന്നത് ദൈവസന്നിധിയിൽ ലഭിച്ചതായ ആ പ്രത്യാശയുടെ വാക്കുകളെ പ്രസ്താവിച്ചുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. ആരംഭിക്കുന്ന വാക്യം ഇങ്ങനെയാണ്: യഹോവേ എന്നെ വിടുവിപ്പാൻ, യഹോവേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. അവസാനത്തെ വാക്യത്തിന്റെ അവസാന ഭാഗങ്ങൾ നാം ഇങ്ങനെ ശ്രദ്ധിക്കുന്നു: ദൈവമേ എന്റെ അടുക്കൽ വേഗം വരണമേ, നീ തന്നെ എന്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു, യഹോവേ താമസിക്കരുതേ. ദൈവത്തിന് സ്തോത്രം. വളരെ ബദ്ധപ്പാടുകൾ കഴിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ തന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളുടെ നടുവിൽ താൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ ഒരു ദൈവസഹായം മാത്രമാണ് ഈ അവസ്ഥയിൽ ഹല്ലേലൂയ വേണ്ടതുപോലെ വിടുതൽ നൽകുന്നത്, ആശ്വാസം നൽകുന്നത് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ദൈവത്തോട് പറയുന്നത്: കർത്താവേ താമസിക്കരുത്, നീ വേഗം വരണമേ. എന്തിനു വേണ്ടി? എന്നെ വിടുവിപ്പാൻ, ഹല്ലേലൂയ, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 2, 3, 4 വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ദൈവം വേഗം വരേണ്ടത് എന്നുള്ളത് നമുക്കവിടെ കാണുവാനായി കഴിയും. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനക്കാരൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളും അതിന്റെ ആ പ്രതികൂലതകളും ഒക്കെ 2, 3 വാക്യങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കുവാനും വായിപ്പാനും കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് ദൈവം വേഗം വരേണ്ടത്? എന്തുകൊണ്ടാണ് ദൈവം സഹായിക്കാനായിട്ട് വരേണ്ടത്? ദൈവത്തിന് സ്തോത്രം. 2, 3, 4 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ താൻ ദൈവസന്നിധിയിൽ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാനുള്ളതായ കാരണങ്ങൾ അല്ലെങ്കിൽ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. 5 വിഭാഗത്തിലുള്ളതായ ആളുകളെ അവിടെ പ്രസ്താവിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നാം അവിടെ ഇങ്ങനെ വായിക്കുന്നു: എന്റെ പ്രാണനായി, എന്റെ എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ, 1. 2, എന്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ. 3, നന്നായി എന്ന് പറയുന്നവർ. 3. വീണ്ടും അതിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ നിന്നെ അന്വേഷിക്കുന്നവർ. ഹല്ലേലൂയ. വീണ്ടും അതേ വാക്യത്തിൽ നിന്റെ രക്ഷയെ ഇച്ഛിക്കുന്നവർ. ഈ 5 വിധത്തിലുള്ളതായ ആളുകളെ കുറിച്ച് ഓർപ്പിച്ചിട്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു: ഇവരുടെയൊക്കെ നടുവിലാണ്, ഈ ഒരു സാഹചര്യത്തിന്റെ നടുവിലാണ് ഞാൻ ആയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവമേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ, എന്നെ വിടുവിക്കുവാൻ വേഗം വരണമേ. ദൈവസന്നിധിയിലായിരിക്കും ദൈവമക്കളെ, ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ അക്ഷരികമായും ആത്മീകമായും ഒരു പോർക്കളത്തിലാണ് നാം ആയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു കഷ്ടതയുടെ ഒരനുഭവത്തിലാണ് നാം ഈ ലോകത്തിലായിരിക്കുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പറഞ്ഞു: ലോകത്തിലും നിങ്ങൾക്ക്
കഷ്ടമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നിങ്ങൾ എങ്കൽ കണ്ടതും എന്നെക്കുറിച്ച് കേൾക്കുന്നതുമായ അതേ പോരാട്ടം നിങ്ങൾക്കുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇത് വെറുതെ ഒരു ഭംഗിവാക്കല്ല, ഇത് വചനം വളരെ വ്യക്തമായി ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ ലോകത്തിലായിരിക്കുമ്പോൾ കഷ്ടതയുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് ഇന്ന വിഭാഗത്തിലുള്ളവർക്കെന്നില്ല, അത് ഇന്ന നിലവാരത്തിലുള്ളവർക്കെന്നില്ല. പ്രായഭേദമന്യേ ഏത് കുടുംബത്തിലുള്ളവർക്കും അവരവരുടെ പ്രാപ്തി അനുസരിച്ച്, അവരവരുടേതായ സാഹചര്യം അനുസരിച്ച് ഓരോ മനുഷ്യനും കഷ്ടതയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ കഷ്ടതയ്ക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന പേരുകൾ പലതാണ്. ആ കഷ്ടതകൾ വിവിധ രൂപത്തിലും വിവിധ ഭാവത്തിലുമാണ് ജീവിതത്തിൽ വെളിപ്പെടുന്നത്. ചിലപ്പോൾ കഷ്ടത നിന്ദയായിട്ട് വന്നെന്നിരിക്കുക, ചിലപ്പോൾ അത് രോഗമായിട്ട് വന്നെന്നിരിക്കുക, അത് സാമ്പത്തിക ക്ലേശമായിട്ട് വന്നെന്നിരിക്കുക, അത് ജീവിതത്തിന്റെ ഭാരമായിട്ടോ ഇടുക്കമായിട്ടോ വന്നെന്നിരിക്കുക. ഈ അരക്ഷിതാവസ്ഥയെ വേദപുസ്തകം പറയുന്ന പേരെന്ന് പറയുന്നത് കഷ്ടത എന്ന ഒറ്റ വാക്കില. ദൈവത്തിന് സ്തോത്രം. അതിന് പല രൂപങ്ങളും ഭാവങ്ങളും ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുന്ന ഏത് ദൈവമക്കളോട് ചോദിച്ചാലും ഇതിലേതെങ്കിലും ഒരു അനുഭവത്തിലൂടെ കടന്നു പോകാത്ത ആരുമില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ കഷ്ടതയുടെ യാതൊരു കണിക പോലും പറയാനില്ല എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരു രോഗാവസ്ഥ ഉണ്ടെന്നിരിക്കുക, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നിരിക്കുക. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നാം ലോകത്തിലുള്ള മനുഷ്യരെ നോക്കുമ്പോൾ ലോകത്തിലുള്ള ഇതര മനുഷ്യരും അതൊക്കെ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ അവരെക്കാൾ ഒരു പടി കൂടെ അത് കൂടുതൽ അനുഭവിക്കുന്നത് ദൈവമക്കളാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി ലോകത്തിലുള്ളതായ മനുഷ്യന് ഈ തരത്തിലുള്ള ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും അത് ലോകപരമായി അനുഭവിക്കുമ്പോൾ ദൈവമക്കളായ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച ദൈവമക്കൾക്ക് നമുക്ക് മറ്റൊരു പോരാട്ടം കൂടെ ഉണ്ട്, ഒരാത്മീക പോരാട്ടം കൂടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വൈരിയും ശത്രുവുമായ ആ ദുഷ്ടന്റെ ഒരു പോരാട്ടം കൂടെ നമ്മുടെ ആത്മീക ജീവിതത്തിന് എതിരായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഓർപ്പിച്ചല്ലോ. അപ്പോസ്തലൻ ദൈവവചനത്തിൽ ഇങ്ങനെ ഓർപ്പിക്കുന്നല്ലോ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന് പറഞ്ഞാൽ ഒരാത്മീക പോരാട്ടത്തിന്റെ 4 മേഖലകളെയാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതിയോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോട്. അങ്ങനെയെങ്കിൽ ഒരു ദൈവ പൈതലിന് ഈ ലോകത്തിൽ അക്ഷരികമായ കഷ്ടതകൾ ഉള്ളപ്പോൾ തന്നെ ഒരാത്മീക പോരാട്ടം അവന്റെ ജീവിതത്തിലുണ്ട്. ഇതിനെ രണ്ടിനെയും തരണം ചെയ്തെങ്കിൽ മാത്രമേ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കൂ നമുക്കെല്ലാവർക്കും കഴിയുകയുള്ളൂ. പ്രാർത്ഥന കൊണ്ടും ആരാധന കൊണ്ടും ദൈവവചന ധ്യാനം കൊണ്ടും അതിനുമേ ജയമെടുക്കാനായി ദൈവസന്നിധിയിൽ ഒരുങ്ങുന്ന എല്ലാ ദൈവമക്കളെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്നു. മാനുഷികമായ ആ കഴിവ് കൊണ്ടും കരുത്തുകൊണ്ടും ഈ ലോകത്തിലെ പോരാട്ടങ്ങളെ എതിർക്കുവാൻ കഴിഞ്ഞെന്നിരിക്കുക. എന്നാൽ ഒരു ആത്മീക പോരാട്ടത്തെ ചെറുത്തു തോൽപ്പിക്കണമെങ്കിൽ ആത്മീക ശക്തി പ്രാപിക്കാതെ അകത്തെ മനുഷ്യന് ഒരു ബലമില്ലാതെ ആ യുദ്ധസേവ ചെയ്യാൻ കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നത്, നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശക്തിയോടെ ബലപ്പെടണം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവം നമുക്ക് തരുന്നതായ ആയുസ്സിൽ അതിനുവേണ്ടി ഒരുങ്ങുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആ വചനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ ആഗ്രഹിക്കുക. എന്തുകൊണ്ടാണ് ദൈവം എന്നെ സഹായിക്കാൻ വേഗം വരണമെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ദൈവം എന്നെ വിടുവിക്കാനായിട്ട് വേഗം വരണമെന്ന് പറയുന്നത്? ഒന്നാമത്തെ കാരണം ഞാൻ അവിടെ ഓർപ്പിച്ചല്ലോ, എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ. ഒന്നാമത്തെ കൂട്ടരാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് പ്രാണഹാനി വരുത്താൻ നോക്കുന്നവർ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അത് ഏത് തരത്തിലെന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഒറ്റ വാക്കിൽ അതിനെക്കുറിച്ച് ഹല്ലേലൂയ പറഞ്ഞാൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ഒരു പ്ലാനും ദൈവത്തിന്റെ പദ്ധതിയും ഒരുവന്റെ മേലുണ്ടെങ്കിൽ അവന് പ്രാണഹാനി വരുത്താൻ ഹല്ലേലൂയ ശത്രുവിന്റെ ഒരു നോട്ടമുണ്ട്. ഞാനത് ഒന്നുകൂടെ ആവർത്തിച്ചിട്ട് ഞാനത് വചനത്തിലൂടെ തെളിയിക്കുക. ദൈവത്തിന്റെ പദ്ധതി ഒരാളുടെ മേലുണ്ടെങ്കിൽ, ഇപ്പൊ ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളായ അല്ലെ പ്രിയപ്പെട്ടവരെ കുറിച്ചൊക്കെ ദൈവത്തിന് ഓരോരുത്തരെ കുറിച്ച് ഓരോ പദ്ധതിയുണ്ട്. എന്നാൽ ആ പദ്ധതി അത് ദൈവസന്നിധിയിൽ നിർണായകമാണെങ്കിൽ, മറ്റുള്ളവരെ വിളിച്ച വിളിയേക്കാൾ ശ്രേഷ്ഠമായ ഒരു വിളിയും മറ്റുള്ളവരെ തിരഞ്ഞെടുത്തതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു തിരഞ്ഞെടുപ്പും ഉണ്ടെങ്കിൽ അത് സാധിക്കാതിരിക്കാൻ, അത് നിവർത്തീകരിക്കാതിരിക്കാൻ, അത് നടക്കാതിരിക്കാൻ, അത് സംഭവിക്കാതിരിക്കുവാൻ പിശാചിന്റെ വലിയ ഒരു പ്രതികൂലം നമ്മുടെ മേലുണ്ടാകും. നമ്മുടെ പ്രാണന് ഹാനി വരുത്താനായിട്ട് ആ പിശാച് ശ്രമിക്കും. ദൈവത്തിന് സ്തോത്രം. വചനഭാഗത്തേക്ക് നമുക്ക് തെളിവിനായി നമുക്കൊന്ന് പോകാം. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്നാട്ട് 2-ാമത്തെ അധ്യായം
20 വാക്യം ശ്രദ്ധിച്ചാൽ ഞാൻ ഈ പറഞ്ഞ കാര്യം അവിടെ നമുക്ക് തെളിവായി കാണാൻ കഴിയുന്നു. 2 അധ്യായം 20 വാക്യം ഒരാൾ ശബ്ദമുയർത്തി വായിച്ചാൽ, ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചുപോയതുകൊണ്ട് നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോകുക. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഭാഗം മറ്റൊരു വചനത്തോടുള്ള ബന്ധത്തിൽ തെളിയിക്കുവാൻ ഓർപ്പിക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിലുള്ള ഒരു വേദഭാഗമാണ് നമ്മുടെ വായിച്ച 20 വാക്യത്തിൽ ഇങ്ങനെ ശ്രദ്ധിപ്പാൻ കഴിഞ്ഞു, ആ ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവൻ കഴിഞ്ഞുപോയതുകൊണ്ട്, അല്ലെങ്കിൽ മരിച്ചുപോയതുകൊണ്ട്. അപ്പോൾ അതിന്റെ അർത്ഥം ഈ ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ ഒരാൾ എന്ത് ചെയ്തു? നോക്കി. ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, ഈ ശിശു വളർന്നു കഴിഞ്ഞ ശേഷമല്ല, അല്ലെങ്കിൽ നമ്മളിലൊക്കെ ഒരാളെ പോലെ കാര്യപ്രാപ്തിയും ശേഷിയും ഒരുപക്ഷെ മറ്റൊരാളോട് കിടപിടിക്കത്തക്ക ഒരു നിലവാരത്തിലേക്ക് വന്നതിന് ശേഷമല്ല, ശിശുവായിരുന്നപ്പോഴേ അതിനെ തകർക്കാൻ നോക്കി. എന്താ അതിന്റെ കാരണം? ഞാൻ പറഞ്ഞ ആ വാക്യം ആ ഒരു വാചകം ദൈവമക്കൾ ശ്രദ്ധിക്കണം. അതിന്റെ മേലൊരു ദൈവ പദ്ധതി അതിൽ ഒളിഞ്ഞു കിടക്കുന്നു എന്നുള്ളത് പിശാച് മനസ്സിലാക്കി. ദൈവത്തിന് സ്തോത്രം. ഇവൻ ജനിച്ചതേ രാജാവാണ്. ഇവൻ വളർന്നു വരുമ്പോൾ തന്റെ ജീവിതത്തിന് ഭീഷണിയായി തീരുമെന്ന് മാത്രമല്ല, അവനുള്ള ഒരു വലിയ ദൈവ പദ്ധതി നടക്കും എന്നുള്ള ഒരു പഴയ നിയമ പ്രവചനമുണ്ട്. ഏതാ പഴയ നിയമ പ്രവചനം? ഉൽപ്പത്തി പുസ്തകം നാം ഇങ്ങനെ വായിക്കുന്നു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്നുള്ള ഒരു പഴയ നിയമ പ്രവചനം. അതുകൊണ്ട് സ്ത്രീയുടെ സന്തതിയായി ജനിക്കുന്ന ഏത് തലമുറയോടുള്ള ബന്ധത്തിൽ അതിനെ നശിപ്പിച്ചു കളയാൻ കാലാകാലങ്ങളിലായി പിശാച് വളരെ പരിശ്രമം ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ഒരുപാട് കിടയറ്റ സമരങ്ങളും മത്സരങ്ങളും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവിടെ ഒന്നും ഈ സ്ത്രീയുടെ സന്തതി അതിന്റെ തലയെ തകർക്കുവാനുള്ളതല്ല എന്നുള്ളത് ശത്രുവിന് മനസ്സിലാക്കി. ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ആ നിലയിൽ ഈ ഒരു പേടിയോടുകൂടെ പിശാച് പ്രവർത്തിച്ച ഒരുപാട് കാലയളവുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഏത് കാലയളവിലും ദൈവം കണ്ടവനെ ദൈവം സംരക്ഷിക്കുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. വൈരി എത്ര പ്രബലനാണെങ്കിലും, ശത്രു എത്ര ശക്തനാണെങ്കിലും, ദൈവമക്കളെ, നിന്റെ മേലും എന്റെ മേലും ദൈവത്തിന്റെ ഒരു തിരഞ്ഞെടുപ്പും ഒരു പദ്ധതിയും ഉണ്ടെങ്കിൽ അതിനെ ദുർബലമാക്കുവാൻ, അതിനെ മടക്കുവാൻ, അതിനെ ഇല്ലായ്മ ചെയ്യാൻ ഒരു മാനുഷിക ശക്തിക്കും കഴിയുകയില്ലെന്ന് വിശ്വസിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാ. അപ്പോൾ ഈ യേശു കുഞ്ഞിന്റെ ജനനത്തെ കുറിച്ച് വിദ്വാൻമാർ പറഞ്ഞ വാക്കുകളുണ്ട്, പ്രവചന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ വാക്കുകളുണ്ട്. ഈ വാക്കുകളൊക്കെ ചേർത്ത് ചിന്തിച്ചാൽ ഹല്ലേലൂയ, അങ്ങനെ ഒരു അനുഭവത്തിലൂടെ അത് എത്തിച്ചേരാതിരിക്കുവാൻ, അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ ഈ ശിശു എത്താതിരിക്കുവാൻ, ഇത് വളരാതിരിക്കാൻ, ഇത് ഉയരാതിരിക്കുവാൻ, ഇത് വളർന്നു വന്നാൽ ഇതിലൂടെയുള്ളതായ വിപത്ത് അത് ഭയാനകമാണെന്ന് മനസ്സിലാക്കിയതായ ആ രീതിയിലാണ് തന്ത്രരൂപേണ അതിനെ തകർക്കാൻ വേണ്ടി ഒരുങ്ങുന്ന. ദൈവത്തിന് സ്തോത്രം. ഹെരോദാവിന്റെ ഉള്ളത്തിൽ വെറുതെ ഒരു താല്പര്യം തോന്നിയതല്ല. അവിടെ വചനത്തിൽ വായിക്കുന്നത് വിദ്വാൻമാർ തങ്ങളെ കളിയാക്കി എന്നുള്ളത് കൊണ്ട് അവനത് ചെയ്തു എന്നുള്ളതാണ് അവിടെ രേഖപ്പെടുത്തുന്നതെങ്കിലും അതിന്റെ പിന്നിലെ ആശയമെന്ന് പറയുന്നത് വിദ്വാൻമാർ അറിയിച്ചില്ല എന്നൊരു കാരണമല്ല. തനിക്ക് ഈ ശിശുവിന്റെ ജനനത്തെ കുറിച്ച് കേട്ടപ്പോഴേ തന്റെ അകത്തൊരു പരിഭ്രാന്തി ഉണ്ടായി, അല്ലെ തനിക്കൊരു കുലുക്കമുണ്ടായി. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, അല്ലെങ്കിൽ ദാനിയേലിന്റെ പുസ്തകത്തില് ചുവരിന്മേൽ ഒരു എഴുത്തു കണ്ടപ്പോ അവിടെ ബേൽശസ്സർ രാജാവിനെ കുറിച്ച് പറയുന്നു, അവന്റെ അരയുടെ ഏപ്പ് അഴിഞ്ഞ് അവന്റെ കാൽമുട്ടുകൾ ആടിപ്പോയി, അവൻ വിചാരത്താൽ അവൻ പരവശനായി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ചില എഴുത്തു കണ്ടപ്പോഴേ രാജാവിന് ആട്ടം സംഭവിച്ചെങ്കിലും ഒരു രാജാവായി ജനിച്ചിരിക്കുന്നവനെ കുറിച്ചുള്ള ആ ഒരു കേൾവി കേട്ടപ്പോഴേ ഹെരോദാവിന്റെ ജീവിതം കുലുങ്ങാനിടയായി. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എന്തു വില കൊടുത്തു അവൻ വളരരുത്, അവൻ ഈ ഭൂമിയിൽ ജീവനോടെ ഇരിക്കരുത് എന്നുള്ള ആ ഒരു പദ്ധതിയുടെ ഭാഗമായി ചോദിച്ചറിഞ്ഞ കാലയളവിനനുസരിച്ച് 2 വയസ്സിനും താഴെയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കുവാനുള്ള ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ആ കൽപ്പന കൊണ്ട് ഉദ്ദേശിച്ചത് നിർദോഷികളായ അനേക മാതാപിതാക്കളുടെ നിഷ്കളങ്കമായ കുഞ്ഞുങ്ങൾ അനേകര് തകർന്നും എങ്കിലും ആ കൂട്ടത്തിൽ ചില നഷ്ടങ്ങൾ വന്നാലും ഈ തലമുറയും തകരുമെന്നുള്ളതാണ്
തകർക്കലാണ്, തകർക്കണമെന്നുള്ളത് ആ പിശാചിന്റെ അജണ്ട എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ ദൈവപൈതലേ, പിശാചിന് നിന്റെ മേലൊരു അജണ്ട ഉള്ളപ്പോൾ തന്നെ അല്ല, നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോ അവയെല്ലാം അവന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നെങ്കിൽ ആ എഴുത്തിന് മാറ്റം വരുത്തുവാൻ, അതിനെ തിരുത്തി എഴുതുവാൻ ഈ ലോകത്തിലെ ഒരു മനുഷ്യ ശക്തിക്കും കഴിയുകയില്ല. നീ എവിടെ ആയിരിക്കണമെന്നോ, ഏത് നന്മകൾ പ്രാപിക്കണമെന്നോ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തെ കുറിച്ചൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അതിനെ മടക്കാനോ മുടക്കാനോ ആർക്കും കഴിയില്ല. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അത് സംഭവിക്കാതിരിക്കാൻ തനിക്ക് കഴിയാവുന്നതൊക്കെ ഹല്ലേലൂയ ഹെരോദാവ് ചെയ്തു നോക്കി. ഹല്ലേലൂയ. ഈ കുഞ്ഞ് ഇങ്ങനെ ഒരാൾ ജനിക്കുമെന്നറിഞ്ഞായിരുന്നെങ്കിൽ പഴയ നിയമകാലയളവിൽ ഫറവോൻ ചെയ്ത പോലെ എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്തേനെ. ജനിക്കുമ്പോഴേ തകർക്കാൻ വേണേ ഒരുങ്ങിയേനെ. എന്നാൽ ജനിച്ചു കഴിഞ്ഞാൽ ഈ വിവരം അറിഞ്ഞത്. അതുകൊണ്ട് ജനിച്ചതിന് ശേഷം തകർക്കാൻ ശ്രമിച്ചു. പ്രിയപ്പെട്ടവരെ, ശിശുവിന് പ്രാണഹാനി വരുത്താൻ ഒരുത്തൻ നോക്കുന്നു എന്ന് കണ്ടപ്പോൾ ഹല്ലേലൂയ, ദൈവം തന്റെ കുടുംബത്തെ പരിപാലിച്ചു. ദൈവം തന്റെ കുടുംബത്തെ സൂക്ഷിച്ചു. ദൈവം അവർക്ക് ആലോചന നൽകി. ദൈവം അവർക്ക് അരുളപ്പാട് നൽകി. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചപ്പോൾ ദൈവമക്കളോട് ഞാൻ ഓർപ്പിച്ചല്ലോ, മിസ്രൈമിലേക്ക് പോകരുത്, മിസ്രൈമിലേക്ക് തിരിയരുത് എന്ന് പഴയ നിയമത്തിൽ ദൈവം ശബ്ദം കേൾപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു ഭാഗം നാം വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, നീ മിസ്രൈമിലേക്ക് പോയി ഞാൻ നിന്നോട് പറയുന്ന സമയം വരെ നീ എവിടെ പാർക്കണം. എന്താ കർത്താവ് പോകരുതെന്ന് പ്രമാണം ചെയ്തിട്ടുള്ള ഇടത്തോട്ട് നീ പിന്നെയും പറഞ്ഞു വിടുകയാണോ? അതേ ദൈവപൈതലേ, ദൈവം പോകാൻ പറഞ്ഞാൽ നിനക്ക് എവിടെയും പോകാം. ദൈവത്തിന് സ്തോത്രം. ദൈവം പാർക്കാൻ അനുവദിക്കുന്നിടത്തോളം കാലം എവിടെയും പാർക്കാം. അതിന്റെ ഉത്തരവാദി സ്വർഗത്തിലെ ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം പറഞ്ഞിട്ടാകണം നീ പോകുന്നത്, ദൈവം പറഞ്ഞിട്ടാകണം നീ ചലിക്കുന്നത്, ദൈവം പറഞ്ഞിട്ടായിരിക്കണം നീ അവിടെ ആയിരിക്കുന്നത്. അങ്ങനെ വന്നാൽ ഒരു ദോഷവും ഉണ്ടാകാൻ എന്റെ ദൈവം സമ്മതിക്കുകയില്ല. ചില കാലങ്ങൾ അവിടെ താമസിച്ചു. നമ്മൾ വായിച്ച 20-ാമത്തെ വാക്യത്തിൽ നാം ശ്രദ്ധിച്ചത്, ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവൻ മരിച്ചുപോയി കഴിഞ്ഞപ്പോ ദൈവം പറഞ്ഞു, നീ കുഞ്ഞിനെ കൊണ്ട് എന്ത് ചെയ്യണം? മടങ്ങിപ്പോകണം. ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങിപ്പോകണം. ഇന്ന് പകൽക്കാലം എന്റെ മുമ്പിലായിരിക്കുന്ന ദൈവമക്കളെ, ഒരു ശിശുവായിരുന്ന സമയം മുതലേ അതിനെക്കുറിച്ചൊരു നോട്ടം അല്ലെ ശത്രുവിനുണ്ടെങ്കിൽ, അല്ലെ ഒരു പിശാചിന്റെ ഒരു ചിന്ത അതിന്റെ മേലുണ്ടെങ്കിൽ, ഹല്ലേലൂയ, വളർന്നു വരുന്നതായ നമ്മെക്കുറിച്ച്, വളർന്നു വരുന്ന നമ്മുടെ തലമുറയെക്കുറിച്ച്, ക്രിസ്തീയ ജീവിതത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മെക്കുറിച്ച് നാം വളർന്നാൽ ആരായി തീരുമെന്നും, ഹല്ലേലൂയ, പിശാചിന്റെ സാമ്രാജ്യത്തിന് ഒരുപക്ഷെ ഭീഷണിയായി തീരുമെന്നുള്ളതായ ആ ചിന്താഗതികൾ അവന്റെ ഉള്ളത്തിൽ ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ ആത്മീയ ആരാധനയിൽ നിന്ന് ഒഴിച്ചു നിർത്തുവാനും, ആത്മീയ ആരാധനയിൽ മൗനം അല്ലല്ലോ അവലംബിക്കുവാനും, ഒരുപക്ഷെ അതിലുള്ളതായ അല്ല തിരക്കുകൾ നിമിത്തം ആരാധനകളിൽ സംബന്ധിക്കാൻ കഴിയാത്ത വല്ലാത്ത തിരക്കേറിയ അനുഭവത്തിലേക്ക് കൊണ്ടുപോകാനും പിശാചൊക്കെ ഒത്തിരി ശ്രമിച്ചെന്നിരിക്കുക. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ശ്രദ്ധയെ മാറ്റിവിടുക, നമ്മുടെ ചിന്ത മാറ്റിവിടുക, ദൈവത്തോട് അടുക്കാനുള്ള ചിന്തയിൽ നിന്ന് നമ്മെ മറ്റൊരു ദിശയിലേക്ക് മാറ്റുക, മറ്റൊരു ചിന്തയിലേക്ക് മാറ്റുക. ഇതെല്ലാം ഹല്ലേലൂയ ശത്രു ഒരുക്കുന്ന അടവ് തന്ത്രങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. അതിനെ നന്നായി മനസ്സിലാക്കണം, അതിനെ നന്നായി ഗ്രഹിച്ചറിഞ്ഞുകൊണ്ട് എന്റെ ആത്മീക ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് തടസ്സമായി ഏതെല്ലാം വിഷയങ്ങൾ മുമ്പിൽ വരുന്നു എന്ന് തോന്നുമ്പോൾ പ്രാർത്ഥിച്ച് അതിന്റെ മേൽ ജയമെടുക്കണം. ഹല്ലേലൂയ. നമുക്ക് വലിയത് കർത്താവും അല്ലെ അവന്റെ സന്നിധിയിൽ എത്താനുള്ളതായ ആ തീരുമാനമാണ്. അതിന് കോട്ടം വരുന്ന അല്ലെ ഏത് അനുഭവം ഉണ്ടെങ്കിലും അതിനെ പ്രാർത്ഥിച്ച് വിവേചിച്ച് മനസ്സിലാക്കി അതിനകത്തുനിന്ന് അകന്നു നിൽക്കണം. ഞാനൊന്ന് ഇറങ്ങി പറഞ്ഞുകൊള്ളട്ടെ. അല്ലെ ചില ബന്ധങ്ങൾ അതിന് തടസ്സമെന്ന് തോന്നിയാൽ ആ ബന്ധങ്ങൾ ഉപേക്ഷിക്കണം. ചില ജോലി അതിന് തടസ്സമെന്ന് തോന്നിയാൽ അല്ലെ ആ ജോലി ഉപേക്ഷിക്കണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ ചില ഇടപാടുകൾ അതിന് തടസ്സമെന്ന് തോന്നിയാൽ ആ ഇടപാടിൽ നിന്ന് മാറി നിൽക്കണം. എന്തിനാണെന്നറിയാമോ? ആ ഒരു ബന്ധം കൊണ്ട്, ആ ഒരു ഇടപാട് കൊണ്ട്, ആ ഒരു സഹകരണം കൊണ്ട് എന്റെ ആത്മീയ ജീവിതത്തിന് കോട്ടം വരുമെങ്കിൽ പിന്നെ ഞാൻ അതിനു വേണ്ടി ഒരുങ്ങണം? എന്നെ ഈ ഭൂമിയിൽ കർത്താവ് ഒരു ദൈവവൈതലായി നിർത്തിയിരിക്കുന്നത് ഈ ലോകത്തിലെ ഏതെങ്കിലും ചിലത് നേടാൻ വേണ്ടിയല്ല. എനിക്കൊരു ലക്ഷ്യമുണ്ട്. വല്ലവിധേനും കർത്തൃ സന്നിധിയിൽ ചെല്ലണം. ദൈവത്തിന് സ്തോത്രം. അതാണ് എന്റെ ഒരുക്കം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയും, ഇതാ ഞാൻ വേഗം വരുന്നു. അല്ലെ നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് നിന്നോടും എന്നോടും നമ്മോട് പറയാനുള്ള ദൂത്, നിനക്കൊരു കിരീടം വെച്ചിട്ടുണ്ട്. ആ കിരീടം ആരും എടുക്കാതിരിക്കുവാൻ, ആരും അത്
നഷ്ടപ്പെടുത്താതിരിക്കുവാൻ, അത് കളഞ്ഞ നഷ്ടപ്പെടാതിരിക്കുവാൻ നീ അതിനുവേണ്ടി വളരെ ഗൗരവമായി അത് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് മുന്നോട്ട് പോകണം. വിരുദ തെറ്റിക്കാൻ ഒരു പക്ഷേ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നെന്നിരിക്കുക, അല്ലെ നമ്മുടെ ശ്രദ്ധ പതറിപ്പിക്കുവാൻ, നമ്മുടെ നോട്ടം മാറ്റാൻ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിൽ ഒരു ശത്രു ഒരുക്കിയെന്നിരിക്കാം. അതൊക്കെ കാണുമ്പോൾ വിവേചിച്ച് മനസ്സിലാക്കണം. അല്ലേലൂയ. ചില അനുഭവങ്ങൾ കാണുമ്പോൾ വിവേചിച്ച് മനസ്സിലാക്കണം, ഇതെന്റെ ആത്മീകം തകർക്കാനാ. അല്ലേലൂയ. ഈ വരുന്നതായ നിലവാരം എന്റെ ജീവിതത്തിൽ സ്വസ്ഥതയില്ലായ്മ വരുത്താനാ എന്നും മനസ്സിലാക്കി സൂക്ഷിച്ചൊഴിയേണ്ട ഭാഗത്ത് സൂക്ഷിച്ചൊഴിഞ്ഞ് അകന്നു നിൽക്കേണ്ടിടത്ത് അകന്നു നിന്ന് ആത്മീക ജീവിതം കാത്തു സൂക്ഷിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യൂദായുടെ ലേഖനം അവസാന ഭാഗത്തിൽ ഇങ്ങനെ ശ്രദ്ധിക്കുന്നല്ലോ, വീരാരവണ്ണം നിങ്ങളെ സൂക്ഷിച്ച തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ ആഗ്രഹം നമ്മൾ വീഴാതെ നിൽക്കണമെന്ന്. അതിന് ദൈവം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, നാമോട് ഒരുങ്ങണം. ദൈവത്തിന് സ്തോത്രം. വീഴാതിരിക്കുവാൻ അവന്റെ കരങ്ങൾ പിടിക്കണം, അവന്റെ കരങ്ങളിൽ ആശ്രയിക്കണം, അവന്റെ ഇഷ്ടപ്രകാരം വഴി നടക്കാൻ ആഗ്രഹിക്കണം. അല്ലെങ്കിൽ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ, നമ്മൾ വായിച്ചതായ വാക്യത്തിൽ ഇങ്ങനെ കണ്ടു. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിന്, എന്റെ പ്രാണന് ഹാനി വരുത്തുവാൻ ശ്രമിക്കുന്നത് ഒന്നാമത്തെ വിഭാഗത്തെ കുറിച്ചാണ് നാം ഓർപ്പിച്ചത്. എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ. രണ്ടാമത് ഇവിടെ കാണുന്നത് എന്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ. എന്റെ ജീവിതത്തിൽ ഒരു അനർത്ഥം വന്നു, എന്റെ ജീവിതത്തിൽ ഒരു പ്രയാസം വന്നു, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വന്നു, ഞാൻ സന്തോഷിക്കരുത്. ഒരുപക്ഷേ ആ അനർത്ഥം സംഭവിച്ചത് ഒരു കാലത്ത് നമ്മുടെ മിത്രമായിരുന്ന ഇന്ന് നമ്മുടെ ശത്രുവായ ഒരു വ്യക്തിക്കായിരിക്കാം. പക്ഷെ വചനം നമ്മോട് എന്താ പറയുന്നതെന്നറിയാമോ? സദൃശവാക്യന്റെ പുസ്തകം 24 അധ്യായം 17-18 വാക്യങ്ങൾ ശ്രദ്ധിക്കൂ. സദൃശവാക്യം 24:17-18 വാക്യം. നിന്റെ ശത്രു വീഴുമ്പോൾ സന്തോഷിക്കരുത്, അവന്റെ ഹൃദയം ഇടറുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദിക്കരുത്. ഹല്ലേലൂയ. എന്താ അങ്ങനെ പറയാൻ കാരണം? അടുത്ത ഭാഗം, യഹോവ കണ്ടിട്ട് അവന് ഇഷ്ടക്കേടാകാതിരിക്കുവാൻ മതി. അപ്പോൾ ദൈവത്തിന്റെ വചനം പറയും, നിന്റെ ശത്രു വീഴുമ്പോ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആണും പെണ്ണുമായിട്ട് മാത്രമാണ്. മനുഷ്യൻ തന്റെ നിലനിൽപ്പിനു വേണ്ടിയും തന്റെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടിയുമാണ് മനുഷ്യനെ പല തട്ടിലും പല നിലവാരത്തിലും ഒക്കെ ആക്കി തീർത്തത്. ദൈവം മനുഷ്യനെ നേരുള്ളവനായിട്ടാണ് സൃഷ്ടിച്ചത്, ശത്രുവായിട്ട് ആരെയും സൃഷ്ടിച്ചിട്ടില്ല. എന്നാൽ മിത്രങ്ങൾ ശത്രുക്കളായി തീരുന്നു. ഹല്ലേലൂയ. ഇന്ന് ചിരിക്കുന്നവർ നാളെ ചിരിക്കാത്ത ഒരവസ്ഥയിലേക്ക് മാറുന്നു. ഇന്ന് കണ്ട് കൈ തരുന്നവർ കൈ തരാത്ത ഒരവസ്ഥയിലേക്ക് മാറുന്നു. ഇന്ന് ചുമ്മനം തരുന്നവർ നാളെ ചുമ്മനം തരാതെ പോകുന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മളെ കാണുമ്പോൾ ക്ഷേമം അന്വേഷിക്കുന്നവർ നാളെ നമ്മുടെ നന്മയ്ക്ക് വിരോധമായി തീരുന്നു. ഇങ്ങനെ ലോകത്തിന്റെ ബന്ധങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ ഒരുപാട് ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ എന്റെ വൈരികൾ എന്റെ തലയിലെ രോമത്തേക്കാൾ അധികമായിരിക്കുന്നു, എന്നെ പകയ്ക്കുന്നവരുടെ എണ്ണം കൂടിയിരിക്കുന്നു. യഹോവേ, എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഒരു കാലത്ത് നിന്റെ മിത്രമായിരുന്ന വ്യക്തി ഇന്ന് നിന്റെ ശത്രുവായി മാറുമ്പോൾ, ഒരു തകർച്ച അവന്റെ ജീവിതത്തിൽ വരുമ്പോൾ നീ സന്തോഷിക്കരുത്. അതാ സദൃശവാക്യത്തിൽ ശലോമോൻ പറഞ്ഞത്, നിന്റെ ശത്രു വീഴുമ്പോൾ നീ എന്ത് ചെയ്യരുത്? അല്ലെ സന്തോഷിക്കരുത്. അവന്റെ ഹൃദയം ഇടറുമ്പോൾ നീ ആനന്ദിക്കരുത്. അവന്റെ പ്രാർത്ഥനയ്ക്കകത്ത്, അവൻ സാക്ഷ്യം പറയുന്നതിനകത്ത്, അവന്റെ സംഭാഷണത്തിനകത്ത് ഒരു ഇടറുന്നതായ ഒരു സ്വരം കേട്ടാൽ, ഇടറുന്നതായ ഒരു അനുഭവം കേട്ടുകഴിഞ്ഞാൽ, അവൻ നിലയില്ലാത്തതായ ഒരു കയത്തിലേക്ക് താഴുന്ന ഒരു മനുഷ്യനെ പോലെ അലമുറയിടുന്ന ഒരു അനുഭവം കണ്ടാൽ അതിനെക്കുറിച്ച് നീ ആനന്ദിക്കരുത്. അങ്ങനെ ചെയ്താൽ നിന്റെ ദൈവത്തിന് ഇഷ്ടക്കേടാകും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ നമ്മൾ വളരെ ഗൗരവമായി വളരെ ശ്രദ്ധയോടുകൂടെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഹല്ലേലൂയ. അനർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത്?
സന്തോഷിക്കരുത്. ഒരു മനുഷ്യനൊരു വീഴ്ച വരുമ്പോൾ, ഒരു മനുഷ്യനൊരു തകർച്ച ഉണ്ടാകുമ്പോൾ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ അവൻ നിബദിക്കുന്ന ഒരു അനുഭവം കടന്നു വരുമ്പോൾ ഒരിക്കൽ പോലും നമ്മൾ സന്തോഷിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് അവർക്കത് സംഭവിച്ചെങ്കിൽ നാളെ നമ്മുടെ ജീവിതം ഏതവസ്ഥയിലാകുമെന്നുള്ളത് നമുക്കാർക്കും പ്രവചിക്കുക, മുൻകൂട്ടി പറയുക അസാധ്യമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, നിൽക്കുന്നു എന്ന് തോന്നുന്ന നീ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചോണം, വീഴാതിരിപ്പാൻ പ്രാർത്ഥിച്ചോണം, ദൈവത്തിൽ ആശ്രയിച്ചു വേണം. നീ വീഴരുത്, നീ തകരാതിരിപ്പാനായി ആഗ്രഹിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ നമുക്കറിയാം, ഈ ലോകത്തിലേക്ക് നാം ശ്രദ്ധിക്കുമ്പോൾ ഹല്ലേലൂയ മറ്റുള്ളവരുടെ അനർത്ഥത്തിൽ, മറ്റുള്ളവരുടെ വീഴ്ചയിൽ, മറ്റുള്ളവരുടേതായ തകർച്ചയിൽ സന്തോഷിക്കുന്ന ആളുകളുണ്ട്, ആനന്ദിക്കുന്ന ആളുകളുണ്ട്. ഹല്ലേലൂയ. അതിൽ ലാഭം പങ്കിടുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ ഒരാൾക്കൊരു വീഴ്ച വന്നാൽ, ഒരാൾക്കൊരു തകർച്ച വന്നാൽ ഹല്ലേലൂയ അത് നന്നായി എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ കർത്താവിനുണ്ടായ തകർച്ചയിൽ സന്തോഷിക്കുന്ന ആളുകളുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 23-24 വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തോടുള്ള ബന്ധത്തിൽ സന്തോഷിക്കുന്ന ചില ആളുകളെ കുറിച്ച്, സന്തോഷിക്കുന്ന സാഹചര്യങ്ങളെ കുറിച്ച് അവിടെ കാണാൻ കഴിയുന്നു. 19-23-24 വാക്യം. ആ ആ ആ ആ ആ ആ അപ്പോൾ ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തോടുള്ള ബന്ധത്തിൽ ദൈവവചനത്തിന്റെ പ്രവചന വാക്യം നിറവേറേണ്ടതിന് വേണ്ടി സംഭവിച്ച ഒരു കാര്യം, പടയാളികൾ അവന്റെ വസ്ത്രം 4 പങ്കാക്കി. അതിനുശേഷം തുന്നിച്ചേർത്തിട്ടില്ലാത്ത അവന്റെ അങ്കി അവർ തീരുമാനിച്ചു, നമ്മളത് കീറരുത്. വസ്ത്രം 4 പങ്കാക്കിയതുപോലെ ഇത് പങ്കാക്കണ്ട, ഇത് ആർക്ക് വരുമെന്ന് എന്ത് ചെയ്യാം, നോക്കാം. ഹല്ലേലൂയ. ഒരു മനുഷ്യനും സാധാരണ ലഭ്യമാകാത്തതായ ഈ ഒരു വലിയ ഭാഗ്യം നോക്കണമേ. ആ ഒരു വീഴ്ചയിൽ, ആ ഒരു താഴ്ചയിൽ, ആ ഒരു തകർച്ചയിൽ സന്തോഷിക്കുന്ന ആളുകൾ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്ക് ഒരു തുണ്ട് വസ്ത്രം കിട്ടി, അല്ലെങ്കിൽ ആ അങ്കിക്ക് ചീട്ടിട്ടപ്പോൾ അത് ലഭിച്ച മനുഷ്യൻ സന്തോഷിച്ചു കാണും. യേശു തകർന്നതുകൊണ്ട്, യേശുവിനെ കൊന്നതുകൊണ്ട്, യേശുവിനെ മരണത്തിൽ ഏൽപ്പിച്ചതുകൊണ്ട്, യേശുവിനെ ക്രൂശിച്ചതുകൊണ്ട് എനിക്ക് ഇന്ന നേട്ടമുണ്ടായി എന്ന് പറയുന്ന ആളുകൾ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇന്നും ലോകത്തിൽ ഹല്ലേലൂയ ഉള്ള മനുഷ്യനെ ശ്രദ്ധിച്ചാൽ അവരങ്ങനെയൊക്കെയാ. ഒരു മനുഷ്യൻ തകർന്നത് കാണുമ്പോൾ ആ മനുഷ്യനുള്ളതൊക്കെ വസൂലാക്കുവാനുള്ള ആഗ്രഹത്തോടുകൂടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കടക്കണിയിൽ അവൻ അകപ്പെട്ട് എല്ലാം തകർന്നു പോകുന്ന അവസ്ഥ കാണുമ്പോൾ നിസ്സാരമായി അവനുള്ളതൊക്കെയും അടിച്ചെടുക്കുവാൻ വേണ്ടി ഹല്ലേലൂയ ആ നിലയിൽ കാത്തിരിക്കുന്ന ഒരു കഴുകന്റെ ചിന്തയോടുകൂടെ, ഒരു കഴുകൻ ഒരു കോഴിക്കുഞ്ഞിനെ വേട്ടയാടുന്ന ആ ഒരു പ്രതീതിയിൽ നീങ്ങുന്ന മനുഷ്യരെ കാണാൻ കഴിയും. ചിലരുടെ തകർച്ച മാത്രമാണ് ചിലർ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം പറയുന്നു, അനർത്ഥത്തിൽ സന്തോഷിക്കുന്ന മനുഷ്യർ ലോകത്തിലുണ്ടായിരിക്കാം. പക്ഷേ ഞാനും നിങ്ങളും അങ്ങനെ ആകരുത്. ഒരു പക്ഷേ വീണത് മിത്രമാണെങ്കിലും, വീണത് ശത്രുവാണെങ്കിലും ഹല്ലേലൂയ അവന്റെ വീഴ്ചയിൽ നീ സന്തോഷിക്കരുത്. ദൈവത്തിന് സ്തോത്രം. അതിനെക്കുറിച്ച് ഒരു വാക്കും അരുതാത്തത് നിന്റെ നാവിൽ നിന്ന് പറയരുത്. വചനം അങ്ങനെയാ വെളിപ്പെടുത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിലനിർത്തുന്നതും ഹല്ലേലൂയ അവനെ താങ്ങുന്നതും സ്വർഗത്തിലെ ദൈവമാ. ഹല്ലേലൂയ. നമ്മളൊക്കെ ഓരോ ദിവസവും ജീവിക്കുന്നത് നമ്മുടെ പ്രാപ്തി കൊണ്ടും ബലം കൊണ്ടല്ലല്ലോ, തമ്പുരാന്റെ കരം നമ്മെ താങ്ങുന്നത് കൊണ്ടല്ലേ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സ്വന്തം കരങ്ങൾ കൊണ്ട് ഹല്ലേലൂയ ഉരുട്ടിയെടുത്ത് നമ്മുടേതായ വായിലേക്ക് നിക്ഷേപിക്കുന്ന ആഹാരം അത് താഴേക്ക് ഇറങ്ങിപ്പോകാനായിട്ട് കഴിയുന്ന അത് സുഗമമായ ഒരു അന്തരീക്ഷം ദൈവം നമുക്ക് നൽകുമ്പോൾ ഓരോ കാര്യങ്ങളും ഓർത്താൽ ദൈവത്തെ എത്ര സ്തുതിപ്പാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ എത്രയോ ആളുകൾ ആ നിലയിൽ ഭാരപ്പെടുന്നുണ്ട്. വായിലെത്തുന്ന ഭക്ഷണം ഉള്ളിലേക്ക് ഇറക്കാൻ കഴിയാതെ ആ നിലയിൽ ഹല്ലേലൂയ വേദനിക്കുന്ന, പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. സ്വയമായി ഒന്ന് ശ്വസിക്കാൻ കഴിയാതെ മറ്റുള്ള ഉപാധികളുടെ സഹായത്തോടുകൂടെ ആ നിലയിൽ കഷ്ടപ്പെടുന്നവരില്ലേ. അതിനൊന്നും ഒരു പ്രായം ഒരു വിഷയമല്ല.
ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ലോകത്തിലുള്ളതായ മാരക രോഗങ്ങൾ എത്തിപ്പിടിക്കുന്ന ഏത് മനുഷ്യനെയും ശ്രദ്ധിച്ചു, അവിടെ പ്രായം ഒരു വിഷയമല്ല. ദൈവത്തിന് സ്തോത്രം. അത് ജനിച്ചു വളർന്നു അല്ലെ ജനിച്ചു വീണ് ചില ദിവസങ്ങൾ മാത്രം പ്രായമായ കുഞ്ഞു മുതൽ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും മരിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രായമുള്ളതായ ഒരു വ്യക്തി വരെയും ഏത് മനുഷ്യനെയും രോഗം എപ്പോഴും എത്തിപ്പിടിക്കാം. അതാരെയും എത്തിപ്പിടിക്കാം. അത് ഏത് ഉന്നത അവസ്ഥയിലുള്ളവനെയും, ഏത് താഴെക്കിടയിലുള്ളവനെയും, ഏത് പണ്ഡിതനെയും പാമരനെയും, ഏത് സമ്പന്നനെയും വിദ്യാവിഹീനനെയും ഒക്കെ കാർന്നു പിടിക്കും. അല്ലെ ഉന്നത കുലജാതനെയും ദരിദ്ര കുടുംബത്തിൽ ജനിച്ചവനെയും, ഹല്ലേലൂയ മട്ടിപ്പാവിലും മണിമാളികയിലും വസിക്കുന്നവനെയും, ഹല്ലേലൂയ കുടിലിൽ വസിക്കുന്നവനെയും ഒക്കെ ഇതൊക്കെ വേട്ടയാടും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രിയരെ, അനർത്ഥത്തിൽ സന്തോഷിക്കരുത്. ദൈവത്തിന്റെ വചനം ആവർത്തിച്ച് പറയുന്ന ഹല്ലേലൂയ ഒരു സത്യം ഇതാണ്, അനർത്ഥത്തിൽ സന്തോഷിക്കരുത്. മൂന്നാമത്തെ കൂട്ടരെ കുറിച്ച് അവർ പറയുന്നത് ഇതാണ്, ഹല്ലേലൂയ നന്നായി എന്ന് പറയുന്ന ആളുകൾ. എന്താ ഇവർ നന്നായി എന്ന് പറയുന്നത്? സങ്കീർത്തനത്തിൽ തന്നെ ഞാൻ ആ ഭാഗം ഹല്ലേലൂയ വിശദീകരിക്കാം. 35-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് വന്നാട്ട് അതിന്റെ 21-ാമത്തെ വാക്യം ആദ്യമായി വായിക്കാം. 21-ാം വാക്യം. അവർ എന്റെ നേരെ വായ് പിളർന്നു, നന്നായി സ്വന്തം കണ്ണാൽ ഞങ്ങൾ കണ്ടു എന്ന്. അപ്പൊ ഇവർ പറയുന്നതിന് ഒരു കാര്യം ഇതാണ്, ഹല്ലേലൂയ ഞങ്ങൾ സ്വന്തം കണ്ണാൽ എന്ത് ചെയ്തു? ഞങ്ങൾക്ക് തെളിവുണ്ട്. അതുകൊണ്ടാണ് നന്നായി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇവർ ഈ നന്നായി എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഒരുവനെ വീഴ്ത്തുവാൻ, ഒരുവനെ താഴ്ത്തുവാൻ, ഒരുവനെ തകർക്കുവാൻ അവർ ചില തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്ത് അത് സാധിച്ചതിലാണ് ഇവർ നന്നായി എന്ന് പറയുന്നത്. ആ വായിച്ച സങ്കീർത്തനത്തിന്റെ 25-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. 25-ാമത്തെ വാക്യം. അവർ തങ്ങളുടെ ഹൃദയത്തിൽ നന്നായി ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു എന്ന് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവിടെ പറയുന്നത്, അവർ പറയുകയാണ് ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹം എന്ത് ചെയ്തു? സാധിച്ചു. അപ്പോൾ അവരവർ ഹൃദയത്തിൽ ഒരാഗ്രഹം കരുതിയിരുന്നു, ഒരാഗ്രഹം അവരുടെ മനസ്സിൽ വന്നു. ഹല്ലേലൂയ. ഒരുവനെ ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ആഗ്രഹമല്ല, ഒരുവനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഒരാഗ്രഹം. വേദപുസ്തകത്തെ ആളുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ആ നിലയിൽ വലയെറിഞ്ഞ ഒത്തിരി ആളുകളെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ഈ വലയിൽ കുരുക്കാൻ വേണ്ടി അവർ ആഗ്രഹിച്ച ഒത്തിരി സന്ദർഭങ്ങളുണ്ട്, ഒത്തിരി വലകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദാനിയേലിന്റെ ജീവിതത്തിലാണെങ്കിലും ദാവീദിന്റെ ജീവിതത്തിലാണെങ്കിലും ഹല്ലേലൂയ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുള്ള ദൈവഭക്തന്മാരുടെ ഒക്കെ ജീവിതത്തിൽ നാം പരിശോധിച്ചു നോക്കിയാൽ അവരുടെ ഒക്കെ ജീവിതത്തിൽ ദുഷ്ടൻ വല വിരിച്ചു. ദൈവത്തിന് സ്തോത്രം. അവരെ തകർക്കാൻ വേണ്ടി ഹല്ലേലൂയ ഒരു മൊർദെഖായിയെ തകർക്കാൻ വേണ്ടി ഒരു ഹാമാൻ ഒരു വല വിരിക്കുകയാണ്. അവൻ അതിനകത്ത് പെടണം. ദൈവത്തിന് സ്തോത്രം. അതിനുവേണ്ടി ഏത് കുടില തന്ത്രവും പ്രയോഗിക്കാൻ വേണ്ടി ആ മനുഷ്യൻ മുന്നോട്ട് വരികയാണ്. മൊർദെഖായിയെ മാത്രം കയ്യേറ്റം ചെയ്യുന്നത് പുച്ഛകാര്യമായി തോന്നിയപ്പോ അവൻ ഉൾപ്പെട്ടു നിൽക്കുന്ന ഒരു ജാതിയെ മുഴുവനും തുടച്ചു നീക്കാനുള്ള ആഗ്രഹത്തോടുകൂടെ അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങൾ മെനഞ്ഞ സംഭവം നമുക്കറിയാം. അവർ പറയുക, ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ ഒരാഗ്രഹം സാധിപ്പിച്ചു, ഞങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം സാധിച്ചു. അതുകൊണ്ട് പറയുക നന്നായി. ദൈവത്തിന് സ്തോത്രം. നന്നായി എന്ന് പറയുന്ന ആളുകൾ ദൈവമക്കളെ, ഒരു പക്ഷേ എന്റെയും നിന്റെയും ജീവിതത്തിൽ ഹല്ലേലൂയ ചില ഭാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ചില പ്രയാസങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ മാറി നിന്ന് കാണുന്ന ആളുകൾ ഒരുപക്ഷെ അവരുടെ മനസ്സിലോ ഹല്ലേലൂയ അവർ മാറി നിന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, നന്നായി. അങ്ങനെ തന്നെ വരണം, അങ്ങനെ തന്നെ സംഭവിക്കണം. ഒരുപക്ഷെ നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും പറഞ്ഞിട്ടുള്ളവർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം വചനം പറയുന്നത്, ദൈവ പൈതലേ, ദൈവത്തെ ആരാധിക്കുന്ന നീ അങ്ങനെ പറയരുത്. ദൈവത്തിന് സ്തോത്രം. നാളത്തെ നിന്റെ അവസ്ഥ, നമ്മുടെ അവസ്ഥ എന്താണെന്ന് പറയാൻ ആർക്കും കഴിയുകയില്ല. ഒരു മനുഷ്യന് അല്ലെങ്കിൽ വീഴാനായിട്ടൊരു വല നമ്മൾ വിരിക്കരുത്. അല്ലെങ്കിൽ അവൻ വീഴുമ്പോൾ സന്തോഷിക്കരുത്. അവൻ വീണ് അതിൽ കൈയും കാലും ഇട്ടടിച്ച് നിലവിളിക്കുമ്പോൾ നന്നായി എന്ന് പറയരുത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നാളെ നമ്മുടെ ജീവിതത്തിന്റെ നിലകൾ ഏത് നിലയിൽ മറിയുമെന്ന് നമുക്കറിയത്തില്ല. ഒരുപക്ഷെ ഇന്ന് അനുകൂലമായി വീശുന്ന ആ തെക്കൻ കാറ്റ് നാളെ അത് വേറൊരു രൂപത്തിലും പാപത്തിലും തിരിഞ്ഞ് അതൊരു ഈശാനമൂല ആകുമോ എന്ന് പറയാൻ കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വിശ്വാസ പടക് ഉടഞ്ഞു പോകുന്ന നിലയിൽ വളരെ നാളുകളായി സൂര്യനെയോ ചന്ദ്രനെയോ കാണാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമോ എന്ന് ആർക്ക് പറയാൻ കഴിയും? ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, അല്ലെ ആരെക്കുറിച്ചും നമ്മൾ അങ്ങനെ ഒരു വാക്ക് പറയരുത്. നന്നായി. ഒരു കഷ്ടം വരുമ്പോൾ, ഒരു രോഗം വരുമ്പോൾ,
ഒരു പ്രയാസം വരുമ്പോൾ, ഒരു നന്മ മുടങ്ങുമ്പോൾ പറയരുത് നന്നായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ മനുഷ്യൻ കഷ്ടപ്പാടുകൾ നടത്തുന്ന ഈ ലോകത്തിൽ, ഹല്ലേലൂയ, ഓരോ ദിവസം എങ്ങനെ കഴിച്ചു കൂട്ടണമെന്നറിയാതെ, ഓരോ ദിവസത്തെ കാര്യങ്ങൾ എങ്ങനെ നടക്കുമെന്നറിയാതെ മനുഷ്യൻ ഭാരപ്പെടുമ്പോൾ, ദൈവമക്കളെ, മറ്റൊരാളുടെ ജീവിതത്തിൻ്റെതായ തകർച്ചയെ കാണുമ്പോൾ നിന്റെ ഹൃദയത്തിൽ പറയരുത് നന്നായി. ഹല്ലേലൂയ. അങ്ങനെ തന്നെ സംഭവിക്കണം, അങ്ങനെ തന്നെ ഉണ്ടാകണം എന്നൊരിക്കലും പറയരുത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ നിലനിർത്തുന്ന ദൈവം, നമ്മെ വിളിച്ച ദൈവമാ അവരെയും വിളിച്ചത്. ദൈവത്തിന് സ്തോത്രം. നമ്മെ നിലനിർത്തുന്ന ദൈവമാ അവരെയും നിലനിർത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ 3 കൂട്ടരെ കുറിച്ചാണ് ഹല്ലേലൂയ ആദ്യമായി സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഇവരുടെ നടുവിൽ കർത്താവേ, നീ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ, നീ എന്നെ വിടുവിപ്പാൻ വേഗം വരണമേ. 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വീണ്ടും ശ്രദ്ധിക്കുന്നു, നിന്നെ അന്വേഷിക്കുന്നവർ. 4-ാമത്തെ വിഭാഗം, നിന്നെ അന്വേഷിക്കുന്നവർ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എപ്പോഴാ അന്വേഷിക്കേണ്ടത്? ദൈവത്തിന്റെ വചനത്തിൽ അതിനെ അന്വേഷണം എന്ന ആ ഒരു വചനം ഞാനൊരു പ്രാവശ്യം സംസാരിച്ചത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് അധികം വിശദീകരിക്കുന്നില്ല. എങ്കിലും ഈ ചിന്തയുടെ ഏകീകരണത്തിനായി 1-2 ഭാഗങ്ങൾ മാത്രം ഓർപ്പിക്കുക. എപ്പോഴാ നമ്മൾ അന്വേഷിക്കേണ്ടത്? 63-ാം സങ്കീർത്തനത്തിന്റെ ആരംഭ വാചകം മാത്രമൊന്ന് വായിച്ച്. 63-ാം സങ്കീർത്തനത്തിന്റെ ആരംഭവാക്യം. അധികാലത്ത് ഏത് വിഷയത്തിന്റെയും തുടക്കത്തിൽ ദൈവത്തെ അന്വേഷിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവത്തിന്റെ ആത്മാവ് പല സമയങ്ങളിലെ മീറ്റിംഗിൽ നമ്മോട് സംസാരിച്ചൊരു വചനമാണ്. ഏത് കാര്യത്തിന്റെയും തുടക്കത്തിൽ, അധികാലത്തെ, ഹല്ലേലൂയ, അതിന്റെ ഫസ്റ്റ് ടൈമിൽ, ആദ്യ മിനിറ്റിൽ, ഹല്ലേലൂയ, അങ്ങനെ ഒരു ചിന്ത നിന്റെ മനസ്സിൽ വന്ന് അതിനുവേണ്ടി നീ ചലിക്കുന്നതിന് മുമ്പ് ദൈവത്തെ അന്വേഷിക്കണം. കർത്താവേ, ഈ വിഷയത്തിൽ ദൈവത്തിന്റെ ഹിതമാണോ, ദൈവത്തിന്റെ പ്ലാൻ ഉണ്ടോ, ദൈവത്തിന്റെ പദ്ധതിയുണ്ടോ, ദൈവത്തിൻ്റെതായ ഉദ്ദേശമുണ്ടോ എന്ന് ഗ്രഹിച്ചു മനസ്സിലാക്കി വേണം ദൈവമക്കൾ ഓരോ ചുവടും വെക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ആലോചനയുള്ള വിഷയമാണെങ്കിൽ ആരെതിർത്താലും അത് നടക്കുവാനിടയാകും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലോചനയുള്ള വിഷയത്തിൽ അല്ലെങ്കിൽ നിന്റെ കാര്യം എത്ര ശൂന്യമാണെങ്കിലും അത് നടക്കുവാനിടയായി തീരും. ദൈവത്തിന്റെ ആലോചനയുള്ള വിഷയത്തിൽ സാധ്യതകളൊന്നും കാണുന്നില്ലെങ്കിലും ദൈവം മാനിപ്പാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ധൈര്യപ്പെടുക. ഏത് കാര്യത്തിന്റെയും തുടക്കത്തിൽ ദൈവത്തെ അന്വേഷിക്കണം, ദൈവമുഖം അന്വേഷിക്കണം. കർത്താവേ, ഹല്ലേലൂയ, ഞാൻ ഈ വിഷയത്തിൽ ഇറങ്ങിത്തിരിക്കണമോ, ഈ വിഷയത്തിൽ ഞാൻ മുന്നോട്ട് പോകണമോ, അവിടുത്തെ ശബ്ദം എന്താ? അല്ലെ, ദൈവം മൗനമാകാൻ പറഞ്ഞാൽ നമ്മൾ മൗനമായിരിക്കണം. ഹല്ലേലൂയ. ദൈവം അതിനകത്ത് ഒരു റെഡ് സിഗ്നലാ കാണിക്കുന്നെങ്കിൽ ആ വിഷയത്തിന് ഇറങ്ങി പുറപ്പെടരുത്. ദൈവത്തിന് സ്തോത്രം. നമ്മളൊരു പക്ഷേ ചിന്തിക്കും, ചെയ്യുന്നത് നല്ല കാര്യമാണല്ലോ, പിന്നെ അതുകൊണ്ട് എന്തിന് ദൈവശബ്ദം കേൾക്കണം? പോരാ. ദൈവമക്കൾ ചലിക്കുന്ന ഏതു കാര്യത്തിനും ദൈവശബ്ദം കേൾക്കണം. എങ്കിൽ മാത്രമേ അത് വിജയമായി തീരത്തുള്ളൂ. അല്ലെങ്കിൽ അതൊക്കെ തൊടുന്നതൊക്കെ പരാജയപ്പെടും. ദൈവത്തിന് സ്തോത്രം. നീ ചെയ്യുന്നതൊക്കെ സാധിക്കും. അതല്ലേ വചനം പറയുന്നത്. സങ്കീർത്തനത്തിന്റെ ആരംഭത്തിൽ അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അവൻ ചെയ്യുന്നതൊക്കെ ദൈവത്തിന്റെ ഇഷ്ടം. അത് തന്നെയാണ്. യോശുവയോട് പറയുമ്പം യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നത് ഇങ്ങനെയാ, അല്ലെ, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ള നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. നീ കൃതാർത്ഥനായിരിക്കേണ്ടതിന്, ഹല്ലേലൂയ, നീ രാവും പകലും അതിനെ ധ്യാനിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെയെങ്കിൽ നിന്റെ പ്രവൃത്തി സാധിക്കും. ദൈവത്തിന് സ്തോത്രം. നീ ചെയ്യുന്നത്, നീ ആരംഭിച്ചത്, നീ തുടങ്ങിയത്, ഹല്ലേലൂയ, മുടങ്ങാതിരിക്കണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ഹല്ലേലൂയ, വേറെ പുസ്തകത്തിലെ ഏത് ഭാഗങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കിയാലും ഒരു നല്ല തുടക്കം ദൈവം പറഞ്ഞിട്ട് ആരംഭിച്ചത് മുടക്കാൻ ശത്രു എത്ര ശ്രമിച്ചാലും, ഹല്ലേലൂയ, കൃപ എന്ന ആർപ്പോടെ ആണിക്കല്ല് കയറ്റുമെന്നുള്ള ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. നാം അങ്ങനെയാണല്ലോ വായിക്കുന്നത്. എന്റെ ദാസനായ സെരുബാബേലിന്റേതായ കരം ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടു, അവന്റെ കൈ തന്നെ തീർക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവം പറഞ്ഞിട്ടാണോ തുടങ്ങുന്നത്? ഹല്ലേലൂയ. മുഴുമിപ്പിക്കാൻ ദൈവം വിശ്വസ്തന. ദൈവം അനുവദിക്കാത്ത പണികൾ ഒന്നും, ഹല്ലേലൂയ, പൂർത്തീകരിക്കാൻ കഴിയത്തില്ല. ദൈവഹിതമില്ലാത്തതായ ഒരിടപാടും എങ്ങും എത്താതിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഏത് കാര്യത്തിനും തുടക്കത്തിൽ, അല്ലെ, നമ്മള് പാടുന്നതായ, ഇപ്പോൾ സാധാരണ അങ്ങനെ ഹല്ലേലൂയ ഭവനങ്ങളിലൊന്നും പാടാറില്ല. ഹല്ലേലൂയ. ദിനമതിൻ തുടക്കത്തിൽ മനുവേലിൻ മുഖാംബുജം ദർശിച്ച നരനൊരു ദുരിതവും വരികയില്ല.
അല്ലെ, ദിനമതിൻ തുടക്കത്തിൽ മാനുവേലിൻ മുഖാംബുജം ദർശിച്ച നരനൊരു ദുരിതവും. അപ്പൊ ദിവസത്തിന്റെ തുടക്കത്തിലെ ഹല്ലേലൂയ മാനുവേലിന്റെ മുഖാംബുജം, അവന്റെ മുഖം ദർശിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. അല്ലെ, ഞാൻ ഉണരുമ്പോൾ, മറ്റൊരു വചനം പറയുന്നു, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ദൈവ ശബ്ദം കേൾക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ആ കർത്താവിന്റെ തിരുമുഖം ഒന്ന് കാണാനായിട്ട് തയ്യാറാകണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വന്നാൽ ആ ദിവസം വളരെ അനുഗ്രഹമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളുടെയും തുടക്കത്തിൽ അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. ഇന്ന് പകൽക്കാലവും തീരുമാനിക്കാമോ, ഞാൻ ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും ഹല്ലേലൂയ, അല്ലെ, ഏത് വിഷയമായിക്കൊള്ളട്ടെ, ഭൗതിക വിഷയമാണെങ്കിലും ആത്മീക വിഷയമാണെങ്കിലും നമ്മുടെ വിഷയമാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഷയമാണെങ്കിലും ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും അതികാലത്തെ ദൈവം, മുമ്പിൽ ദൈവം എന്നൊരു ചിന്ത. അധികാലത്തെ ദൈവമുഖം അന്വേഷിക്കണം. ദൈവഹിതമാണോ നാരായണം. ദൈവത്തിന്റെ ശബ്ദം കേട്ട് മുന്നോട്ട് പോയാൽ കർത്താവ് നമ്മെ മാനിപ്പാൻ ദൈവം വിശ്വസ്തന. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 25-ാമത്തെ വാക്യം കൂടെ ഈ ചിന്തിക്കുന്ന വിഷയത്തോട് ചേർന്ന് വായിക്കാമോ? 3:25 വിലാപങ്ങളുടെ പുസ്തകം. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിർമ്മല ഹൃദയമുള്ളവർക്ക് മാത്രമല്ല. സങ്കീർത്തനം 73 ആരംഭം അങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്ന നിശ്ചയം. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവൻ. ദൈവത്തിന് സ്തോത്രം. നല്ലവനായൊരു ദൈവം കൂടെ ഉണ്ടെങ്കിൽ ദൈവമക്കളെ നീ ഭാരപ്പെടേണ്ട. ഹല്ലേലൂയ. നീ എവിടെ പോയാലും, നീ എവിടെയായിരുന്നാലും, അല്ലെ ഒറ്റയ്ക്കാണെങ്കിലും, ഹല്ലേലൂയ, അതോർത്ത് നീ ഭാരപ്പെടേണ്ട. നല്ലവനായൊരു കർത്താവ് കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആരും കൂടില്ലെങ്കിലും, ഹല്ലേലൂയ, ആരും കൂട്ടിന് വന്നില്ലെങ്കിലും കൂടെ വരാമെന്ന് പറഞ്ഞൊരു കർത്താവ് കൂടെയുണ്ട്. അവൻ നല്ലവനായ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. അവസാനത്തെ ഭാഗം, ഹല്ലേലൂയ, 5-ാമത്തെ വിഭാഗത്തെ കുറിച്ച് പറയുന്നത്, നിന്റെ രക്ഷയെ ഇച്ഛിക്കുന്നവർ യഹോവ മഹത്വമുള്ളവനെന്ന് പറയട്ടെ. രക്ഷ എന്ന വാക്കിന്റെ അർത്ഥം വിടുതൽ എന്നാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിന്നാലൊരു വിടുതൽ ആഗ്രഹിക്കുന്നവർ, ഹല്ലേലൂയ, നീ മഹത്വമുള്ളവനെന്ന് പറയട്ടെ. ദൈവമക്കളെ, ജീവിതത്തിന്റെ ഏതു പ്രശ്നത്തിനും അല്ലെ ആത്യന്തികമായി വിടുവിക്കാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഒരുപക്ഷെ ലോകത്തിലെ മരുന്നിനോ ലോകത്തിലെ വൈദ്യന്മാർക്കോ അല്ലെ നിന്നെ ഭാഗികമായി ഒരുപക്ഷെ ചികിത്സിച്ച് സുഖപ്പെടുത്താൻ കഴിഞ്ഞെന്നിരിക്കാം. എന്നാൽ ഒരു പൂർണ്ണതോതിലുള്ള വിടുതൽ ജീവിതത്തിൽ നേരിടുന്ന ഏത് പ്രയാസത്തിനും ദൈവസന്നിധിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ദൈവത്തിൻ്റെതായ വാക്കിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ദൈവത്തിന്റെ നോട്ടത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ദൈവത്തിന്റെ സ്പർശനത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അത് സംഭവിക്കണമെങ്കിൽ ഒരു വിശ്വാസമകത്ത് വേണം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ദൈവത്തിന് സ്തോത്രം. നിന്റെ രക്ഷയെ ഇച്ഛിക്കുന്നവർ. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിൽ പറയാം, കർത്താവേ, ഞാൻ ഇച്ഛിക്കുന്നത് അവിടുത്തെ വിടുതല, അവിടുന്ന് തരുന്ന വിടുതല. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിൽ നിന്ന് ലഭിക്കുന്ന വിടുതലൊന്നും അത് ശാശ്വതമല്ല. അതല്ല, പൂർണ്ണമായി എന്റെ ജീവിതത്തിൽ സമാധാനം തരാതിരിക്കുമ്പോൾ അവിടുന്ന് എന്നെ സഹായിക്കണമേ, അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ. ലോകത്തിൽ സഹായിക്കാമെന്ന് വാക്കു പറയുന്ന മനുഷ്യരെ എത്ര ഉണ്ടെങ്കിലും അവർ തന്നു സഹായിക്കുന്നതിനൊക്കെ ഒത്തിരി പരിധിയുണ്ട്. ദൈവമക്കളെ, ഹല്ലേലൂയ. വിശ്വസ്തയോടെ കഴിഞ്ഞ കാലങ്ങളിൽ സേവിച്ച ഒരു കുടുംബത്തെ പുറത്താക്കുവാൻ ദൈവശബ്ദം കേട്ടപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ ഒരു തുരുത്തി വെള്ളവും ചില അപ്പകഷ്ണങ്ങളും തോളിൽ വെച്ചുകൊടുത്ത് അബ്രഹാം വളരെ, ഹല്ലേലൂയ, ഒരു നിഷ്ഠൂരനായ മനുഷ്യനെന്ന് തോന്നുന്ന അളവിൽ ആ ദാസിയെയും പൈതലിനെയും പുറത്താക്കി. കഴിഞ്ഞ നാളുകളിൽ സേവിച്ചതിന്റെ പ്രതിഫലമായി ലഭിച്ചത് ഒരു തലമുറ, ഒരു തുരുത്തി വെള്ളം, ചില അപ്പകഷ്ണങ്ങൾ. ഇതുകൊണ്ട് ജീവിതകാലം മുഴുവൻ കഴിച്ചു കൂട്ടാൻ പറ്റുമോ? സാധിക്കത്തില്ല. അപ്പകഷ്ണങ്ങൾ തീർന്നു. തുരുത്തിയിലെ വെള്ളം ചിലവായ ശേഷം ദാഹിച്ചു വരളുന്നതായ മരുഭൂമിയിലെ പ്രത്യേക അവസ്ഥയിൽ ദാഹജലത്തിനു വേണ്ടി കേഴുന്നതായ തലമുറയുടെ വാക്കിന് മറുപടി പറയാൻ കഴിയാതെ ആ മാതാവ് കുട്ടിയെ ഒരു കുറുങ്കാറ്റിൻ തണലിലിട്ടു. അതുവരെ തന്നോട് ഒരുമിച്ച് നിർത്തിയ, ചേർത്ത് നിർത്തിയ, ഒരു പക്ഷേ തന്റെ കരങ്ങളിൽ വഹിച്ച, അല്ലെങ്കിൽ തന്നോട് ഒരുമിച്ച് ചേർത്ത് നിർത്തിയ കുഞ്ഞിനെ ആ മാതാവ് ഉപേക്ഷിക്കുന്ന ഒരളവിലേക്ക് മാറാനിടയായി. ആ മാതാവ് പറയാ, കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് അതിനെതിരെ ഇരുന്ന് കരയുമ്പോൾ, ഹല്ലേലൂയ, അബ്രഹാം കൊടുത്തയച്ച കൂലി, പ്രതിഫലം എന്ന് പറയുന്നത് ഒരു തുരുത്തി വെള്ളമാ. ദൈവത്തിന് സ്തോത്രം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചു, അവിടെ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത്, അവരുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ, അവരുടെ കരച്ചിലിന് മുമ്പിൽ, ആ കുഞ്ഞിന്റെ കരച്ചിലിന് മുമ്പിൽ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ ഒരു നീരുറവ
തുറന്നു. ആ നീരുറവയ്ക്ക് ഞാനൊരു പേരിടുകയാ, ഒരു തുരുത്ത് ദൈവം തുറന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ശ്രദ്ധിക്കണമേ ദൈവ പൈതലേ, അബ്രഹാമിനെ കഴിഞ്ഞ കാലങ്ങളിൽ സേവിച്ചതിന് കൊടുത്തത് ഒരു തുരുത്തി വെള്ളമാണെങ്കിൽ, ഹല്ലേലൂയ, പ്രാർത്ഥിച്ചു ദൈവം നിനക്ക് വേണ്ടി തുറന്ന തുരുത്തിക്കകത്ത് എത്ര തുരുത്തി വെള്ളമുണ്ടെന്ന് എണ്ണി തീർക്കാൻ കഴിയത്തില്ല. എത്ര കോരിയാലും തീരാത്തതായ ഒരു വലിയ തുരുത്ത ദൈവം അവർക്ക് വേണ്ടി തുറന്നതെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വസിക്കൂ ദൈവ പൈതലേ. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന് വേണ്ടി അല്ലെ വിശ്വസിച്ചാൽ നിനക്ക് വേണ്ടി തുറക്കുന്നത് വറ്റാത്ത ഒരു ഉറവയാ. ദൈവത്തിന് സ്തോത്രം. അതിൽ എത്ര തുരുത്തി വെള്ളമുണ്ടെന്ന് എണ്ണി തീർക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. ഒരല്പം വെള്ളത്തിനു വേണ്ടി ദാഹിച്ചുകൊണ്ട് ഹല്ലേലൂയ ശിംശോൻ ദൈവസന്നി പ്രാർത്ഥിച്ചു, ദൈവമേ ഈ അഗ്രചർമ്മികൾക്കിടെ മുമ്പിൽ എന്റെ കയ്യാൽ ഒരു വലിയ ജയം അവരുടെ മേൽ എനിക്ക് നൽകിയെങ്കിൽ ഞാൻ ദാഹിച്ച് ഇവിടെ വീഴണമോ എന്ന് ദൈവത്തോട് ചോദിച്ചപ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി. ദൈവത്തിന് സ്തോത്രം. ദൈവം അവിടെ ഒരു കുഴി പിളരുമാറാക്കി അവന്റെ ദാഹം തീരത്തക്ക നിലയിൽ കുടിക്കുവാൻ ദൈവം മരുഭൂമിയിൽ ഉറവ തുറന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിന്റെ രക്ഷയെ ഇച്ഛിക്കുന്നവർ, കർത്താവെ അവിടുന്ന് ഒരു വിടുതൽ തരണം. എൻ്റെ ഈ സാഹചര്യത്തിൽ, എൻ്റെ ഈ പ്രശ്നത്തിൽ, ഞാൻ അഭിമുഖീകരിക്കുന്ന ഈ വേദനയെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് പറയുന്ന, എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. അങ്ങല്ലാതാരും ഇല്ലെനിക്ക് ആത്മനാഥ ഈ പാരിടത്തിൽ, അങ്ങല്ലാതാരും ഇല്ലെനിക്ക് ആത്മനാഥ ഈ പാരിടത്തിൽ, ഇന്നീഹത്തിൽ നിന്നിലല്ല ഇല്ല സന്തോഷം ജീവിതത്തിൽ, ഇന്നീഹത്തിൽ നിന്നിലല്ല ഇല്ല സന്തോഷം ജീവിതത്തിൽ, തിങ്ങി വിങ്ങുന്ന സങ്കടവും എങ്ങും പാഴിയും നിന്നകലും, തിങ്ങി വിങ്ങുന്ന സങ്കടവും എങ്ങും പാഴിയും നിന്നകലും, ആകുലത്തിൽ ആശ്വസിപ്പാൻ ആവശ്യങ്ങളിൽ ആശ്രയിപ്പാൻ, ആകുലത്തിൽ ആശ്വസിപ്പാൻ ആവശ്യങ്ങളിൽ ആശ്രയിപ്പാൻ, അങ്ങല്ലാതാരും ഇല്ലെനിക്ക് ആത്മനാഥ ഈ പാരിടത്തിൽ, അങ്ങല്ലാതാരും ഇല്ലെനിക്ക് ആത്മനാഥ ഈ പാരിടത്തിൽ, എൻ പ്രാണനാഥൻ എന്നു വരും എന്നു തീരും എൻ വേദനകൾ, എൻ പ്രാണനാഥൻ എന്നു വരും എന്നു തീരും എൻ വേദനകൾ. സ്വർഗീയ പിതാവേ, ഈ നല്ല നിമിഷത്തിനായി സ്തോത്രം. തിരുസന്നിധിയിൽ കടന്നു വന്ന അങ്ങേ ആരാധിപ്പാൻ ഞങ്ങൾക്ക് അവസരങ്ങൾ നൽകി. തൃപ്പാദപീഠത്തിലായിരുന്നു തിരുവചനങ്ങളെ പ്രാപിക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് സഹായിച്ചതുകൊണ്ട് സ്തോത്രം. ഈ രാവിലെ സമയം എന്നോടും എൻ്റെ പ്രിയപ്പെട്ടവരോടും അവിടുന്ന് സംസാരിപ്പാൻ ഇഷ്ടം തോന്നിയതിനാൽ നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ നേരിടുന്ന പ്രയാസങ്ങളുടെ നടുവിൽ ഞങ്ങളുടെ ഹല്ലേലൂയ പ്രാണന് ഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ മുമ്പിൽ, കർത്താവെ ഞങ്ങളുടെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവരുടെ മുമ്പിൽ, നന്നായി നന്നായി എന്ന് പറയുന്നവരുടെ മുമ്പിൽ നിന്നെ അന്വേഷിക്കുന്നവരായി തീരുവാൻ, നിന്റെ രക്ഷയെ ഇച്ഛിക്കുന്നവരായി തീരുവാൻ
കർത്താവെ, നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലത്തെ ഈ ചിന്തകളിൽ കൂടെ ഞങ്ങളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായി സ്തോത്രം. ഒന്നുകൂടെ വചനത്തിൽ ഉറയ്ക്കാനും ധൈര്യപ്പെടുവാനും ഞങ്ങൾക്ക് കർത്താവിന്റെ സന്നിധിയോട് ഒന്നുകൂടെ അടുക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നല്ലോ. വേദനകൾ മാത്രം സമ്മാനിക്കുന്ന ഈ ലോകത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ വേദനകളില്ലാത്തൊരു നാടിനു വേണ്ടി ഞങ്ങളെ ഒരുക്കുന്ന പ്രത്യാശയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് വീണ്ടും വരുമെന്നുള്ളത്, വേഗം വരുമെന്നുള്ളത് ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുമ്പോൾ വേഗം വരുന്ന കർത്താവിനെ നോക്കി പാർത്ത് ജീവിതയാത്ര നയിക്കുവാൻ ഞങ്ങളെ എല്ലാം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. ഈ ലോകത്തിലെ മോഹങ്ങളിലോ ഇമ്പങ്ങളിലോ ലോകത്തിലെ വിഷയങ്ങളിലോ അകപ്പെട്ട് ഞങ്ങളുടെ ബിരുദം നഷ്ടപ്പെടുവാൻ, നിത്യത നഷ്ടപ്പെടുവാൻ ഞങ്ങൾക്ക് ആർക്കും ഇടവരല്ലേ കർത്താവേ. ദൈവസന്നിധിയിലെത്തുവാൻ തക്കവണ്ണം പ്രത്യാശയോടൊരു നല്ല ക്രിസ്തീയ ജീവിതം ചെയ്യുവാൻ ഞങ്ങളെ എല്ലാം സഹായിക്കണം. ഈ വചനം കേട്ട എല്ലാ ദൈവമക്കളെയും അതിനായി ദൈവം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിലും ദിവസങ്ങളിലും നടത്തിയ വഴികളെക്കുറിച്ച് പ്രസ്താവിക്കുവാനും ദൈവത്തിന് നന്ദി അർപ്പിക്കുവാനും അവിടുത്തെ മടങ്ങിവരവിനെ കുറിച്ചുള്ള കൂട്ടായ്മയിൽ ഒരുമിച്ച് ഭാഗവാക്കാകുവാൻ ഞങ്ങളെ എല്ലാം സഹായിക്കണമേ. ശുദ്ധഹൃദയത്തോടും പരമാർത്ഥ മനസ്സോടും കൂടെ അങ്ങയുടെ തിരുമേശയുടേക്കും അടുക്കുവാൻ ഞങ്ങളെ എല്ലാം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും എല്ലാ മാനവും അവിടുത്തേക്ക് ഞങ്ങൾ അർപ്പിക്കട്ടെ. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു മശിഹ മൂലം പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ കരവും ശബ്ദം ഉയർത്തി കർത്താവിനെ ഉറക്കം 3 പ്രാവശ്യം സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രാണസഖി യേശുവേ, എന്റെ ഉള്ളത്തിൽ ആനന്ദമേ, എന്നെ നിൻ മാർവിങ്കൽ ചേർപ്പാനായി വന്നിതായിപ്പോൾ
നൽകുന്നേ. ആശയോടെ യേശുവേ എന്നെ ഞാൻ ജീവബലിയായി നൽകുന്നേ. എൻ്റെ പ്രാണസഖി യേശുവേ എൻ്റെ ഉള്ളത്തിലാനന്ദമേ. എൻ്റെ പ്രാണസഖി യേശുവേ എൻ്റെ ഉള്ളത്തിലാനന്ദമേ. എന്നെ നിൻ മാർവികൽ ചേർപ്പാനാ വന്നിതായിപ്പോൾ നിൻ പാദത്തിൽ. എന്നെ നിൻ മാർവികൽ ചേർപ്പാനാ വന്നിതായിപ്പോൾ നിൻ പാദത്തിൽ. എന്നെ നിൻ മാർവികൽ ചേർപ്പാനാ വന്നിതാ ഇപ്പോൾ നിൻ പാദത്തിൽ.